വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, നമ്മുടെ ഗേൾസിൻ്റെ, അതായത് ഒരു 10 തൊട്ട് ഒരു 7 തൊട്ട് 10 വരെയുള്ള ഗേൾസിനൊക്കെ വേണം എന്ന് ആഗ്രഹമുള്ള ഒരു സാധനമായിരിക്കും ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്നലെ ഇട്ട മൈലേജ് ചെയ്യുന്നുണ്ട്, കുറച്ച് കുളമായില്ലേ? സാരില്ല, ഞാൻ കാണിച്ചാൽ കുറച്ച് കുളമായി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പ്രൊഡക്റ്റ് കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ തോന്നുന്നു, കയ്യിൽ അമ്മയ്ക്കും എൻ്റെ അപ്പയ്ക്കും കൂടെ, അപ്പയ്ക്ക് മീൻസ് എൻ്റെ അപ്പച്ചിക്കും കൂടെ മൈലാഞ്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു 2 പേർക്ക് മൈലാഞ്ചിട്ട് കൊടുത്തോട്ടെ, സിമ്പിൾ ഡിസൈൻ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ലൊരു മൈലാഞ്ചിയൊക്കെ ഇടും. അപ്പോൾ ഇത് പിന്നെ ഞാൻ മൂടില്ലാത്ത സമയത്ത് ചുമ്മാ ഇട്ടുകൊണ്ടാണ് ഇത് പിന്നിരിക്കുന്നത്. എനിക്ക് മൂടുള്ളപ്പോൾ നല്ല മൈലാഞ്ചി ഇടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ഈ അമ്മമാരൊക്കെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ അതായത് 6 തൊട്ട് ഒരു 10 വയസ്സ്, 10 അതിനേക്കാളും മേപ്പോട്ടുള്ളവർക്ക് നമുക്ക് ഈ ഒരു ലിപ് ബാം ഞാൻ സജസ്റ്റ് ചെയ്യാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ആണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ലിപ് ബാം ഞാൻ കാണിച്ചു തരാം. ആ ലിപ് ബാം വേറൊന്നല്ല, വാസലിൻ്റെ ലിപ് തെറാപ്പി എന്ന് പറയുന്ന ഹെൽപ്പ് മോയ്സ്ചറൈസ് ഡ്രൈ ലിപ്സ് എന്ന് പറയുന്ന ഈ ഒരു ലിപ് ബാം കേട്ടോ. ഇത് ആക്ച്വലി നല്ലൊരു ലിപ് ബാമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാമും കൂടെയാണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പ്രത്യേകിച്ച് കളറൊന്നുമില്ല, അതായത് വാസലിനോ അല്ലാതെ വെള്ള കളറാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആ കളറായിരിക്കും. പക്ഷേ ഞാൻ തുറന്ന് നോക്കിയപ്പോഴാണ് ഇത് ഞാൻ മാർച്ച് 1 മേടിച്ചതാണ്. ഇതാണ് ഇതിനകത്ത് കളർ. ഞാൻ കൈ ഇട്ടിപ്പോൾ ഇങ്ങനെ ആക്കിയത്. എൻ്റെ ചുണ്ടിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, കുറച്ചിട്ടെടുക്കാം. ഞാൻ കളറൊന്നുമില്ല കേട്ടോ, 2 കൊച്ചു പിള്ളേർക്ക് ധൈര്യമായിട്ട് ഇട്ടെടുക്കാം. ഉണ്ടോ, കളറോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യണം, അടിപൊളി ഒരു വാസലിനാണ്. പിന്നെ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല എൻ്റെ ചുണ്ട് വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടും. ഇപ്പം നമുക്ക് വേനൽക്കാലമാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് ബാം ഞാൻ നല്ലപോലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടിപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാമും കൂടെ ആട്ടോ ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ വേനൽക്കാലത്ത് മാത്രമല്ല, തണുപ്പ് കാലത്തും ചുണ്ടിൻ്റെ തൊലി ഇങ്ങനെ ഇളകും എൻ്റെ, അപ്പോഴും ഞാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചി വിട്ടിരുന്ന് ഐസ്ക്രീം തിന്നെയാണ് എന്നെ കൊതിപ്പിച്ചോണ്ട്. ഞാൻ കഴിച്ചതാണ്, എന്നെ ഇങ്ങനെ നോക്കുന്നു. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മാർച്ച് 1 ഈ മേടിച്ചാട്ടോ, ഈ സാധനങ്ങൾ മൊത്തം മേടിച്ചതാണ്. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഈ ഒരു സാധനം എല്ലാവരുടെ കയ്യിലുണ്ട്, ഞാൻ ഈ കൂടെ മേടിച്ച് തരാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ എടുത്തോളാം പറഞ്ഞ് എൻ്റെ അച്ഛൻ വിട്ട. അത് നിങ്ങളെന്തിനാ കണ്ടുവെക്കുന്നതല്ല. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം എടുത്തു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും വീട്ടു സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, പിന്നെ എനിക്ക് വേണ്ടി കുട്ടി സാധനങ്ങൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റൊക്കെ ഞങ്ങൾ മിനിഞ്ഞാന്ന് തന്നെ തീർത്തു. പിന്നെ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ആ സാധനം കാണിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ സൗണ്ടൊക്കെ കേൾക്കാം, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ചേട്ടായിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ആ സാധനം, ഗസ് ചെയ്യാൻ പറ്റുമോ? 3, 2, 1. ഇതാണ് നമ്മുടെ മിനി ഫാൻ. ഇതൊരു ചൈന പ്രൊഡക്റ്റ് ആട്ടോ, മെയ്ഡ് ഇൻ ചൈനയാണ്.
ഭയങ്കര എനിക്ക് കുഞ്ഞിലേ തൊട്ട് എനിക്ക് 8 വയസ്സായപ്പോൾ 8 ഒരു 6 വയസ്സാണ് 6 വയസ്സായപ്പോഴേ ഈ സാധനം ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. നല്ല മുതിര് കണ്ടോ. ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതാണ് ഇടുന്നത്. പരീക്ഷയ്ക്ക് ഇപ്പം പരീക്ഷ ടൈമാണ്. അപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതാണ് ഈ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ സാധനം എന്ന് പറയുന്നത്. ഇതിൽ 3 ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ്. പിങ്ക്, പർപ്പിൾ, ബ്ലൂ. പിന്നെ ഇതൊക്കെ എന്തോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചൈനയിൽ വേറെ എന്തൊക്കെയൊക്കെയോ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പൊട്ടിച്ചിട്ടില്ല. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ ഞാൻ പൊട്ടിച്ചിരുന്നു. ബട്ട് അത് 4 പേര് കണ്ടു. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടല്ലോ. ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്ന നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഗൈസ് ഒരു മിനിറ്റ്, കോൾ വരും. അപ്പോൾ എല്ലാവരും എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് കേട്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടില്ലെങ്കിൽ സമാധാനം, കേട്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമല്ലോ. ഞാൻ 7 വയസ്സ് തൊട്ടപ്പോഴേ 6 ആ വയസ്സ് ഉള്ളപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സാധനം വേണം 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 എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ സാധനം കിട്ടാൻ വേണ്ടി കുറേ അധികം ആഗ്രഹിച്ചിട്ടുണ്ട്. ബട്ട് അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാധനം എനിക്ക് ഇന്നലെ മേടിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ അല്ലേ. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്ന നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ അതിന് വെറും 4 വ്യൂവേഴ്സേ ഉള്ളൂ. ഇഷ്ടമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ പോരെ. ഫ്രണ്ട്സിനോട് കാണാനും പറയണം, ലൈക്ക് ചെയ്യാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, കമൻറ്റ് ചെയ്യാനും പറയണം. കമൻറ്റ് ചിലപ്പോൾ കമൻറ്റ് ചിലപ്പോൾ ഇടാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അവിടെ ഒരു കൈ പൊങ്ങി വന്നു. കുഴപ്പമില്ല. ഓക്കെ, എന്തൊക്കെ കോമഡി ആയിട്ടൊന്ന് വളവള ഇത് പറയുന്നതാ. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ കത്തി തോന്നുന്നുണ്ട്. ആയുധം കൊണ്ടുള്ള കളിയാണ് കേട്ടോ. പിള്ളേരൊന്നും അനുഗ്രഹിക്കില്ല. പിള്ളേരൊന്നും ഇത് ആ വീട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വീടാണോ ആ വീട്. ഒന്നുകൂടെ 3, 2, 1 സ്റ്റാർട്ട്. ബാക്കി തേഞ്ഞു പോയതാ. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അയ്യോ അവിടെ നിന്ന് അൺബോക്സ് ചെയ്യും. എനിക്കിപ്പോൾ ദേഷ്യമായി കാണി കൊച്ചിന്ന് ഭയങ്കര പൈത്തോ. ഞാൻ എൻ്റെ ബോക്സ് എനിക്ക് എടുത്ത് വെക്കണം. ഇതൊക്കെയെന്ന് പറഞ്ഞ ഈ സൈഡിലോട്ട് ഓക്കെ. അപ്പം ഞാൻ അൺബോക്സ് ചെയ്തു. പർപ്പിൾ ഫേവറേറ്റ് കളർ ആട്ടോ പർപ്പിൾ. എനിക്ക് ഈ സാധനം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സുഖമറിയോ, എനിക്ക് ഈ മിനി ഫാൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിന് 3 സ്പീഡാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്. ഈ 3 സ്പീഡാണ് ഇതിലുള്ളത്. ഓക്കെ,
ഇതിൻ്റെ സ്റ്റാൻഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഫോൺ വെക്കാം. ഇവിടെ ഈ ബട്ടണാട്ടോ എൻ്റെ ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഓൺ ഓഫ് ബട്ടണും പിന്നെ സ്പീഡ് ബട്ടണും ഇതാണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാനൽ. ഞാൻ കുറച്ച് ക്യൂട്ടായിട്ട് സംസാരിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇത്രേ കയറുന്നുള്ളൂ. അതെന്ത് വേണ്ട, നശിപ്പിക്കണ്ട. ഇത് പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരുണ്ടായിരുന്നു, മറന്നു വയ്ക്കാം. ഇങ്ങനെ പ്ലഗിലോട്ട് കിട്ടുന്നില്ല, ടിഷ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് മേടിക്കണമെന്നല്ല, നമ്മുടെ കടയിലും അല്ലല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ അല്ലാതെ ഫോണൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന പോലത്തെ ആ ഒരു കണ്ടോ, ആ ചാർജിൻ്റെ വള്ളി ആ ചാർജിൻ്റെ വള്ളി കണ്ടു, ആ വള്ളിയുടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന ആ സാധനം കണ്ടു. ആ സാധനം നമ്മുടെ ചാർജറിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. സോ അതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചാർജ് ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പീഡൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിടാമേ, കാറ്റടിക്കാം. ഇത് ഫസ്റ്റ് സ്പീഡാട്ടോ. ഓക്കെ, ഫസ്റ്റ് സ്പീഡ് വലിയ കാറ്റൊന്നുമില്ല. സെക്കൻഡ് സ്പീഡ് ടീച്ചറെ കാറ്റുണ്ട്. തേർഡ് സ്പീഡ് കണ്ടോ, ഇത് കാറ്റാന്നറിയണേ. സോറി ഗൈസ്, അതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ പറയാം, അങ്ങനെ പറയത്തില്ലല്ലോ. പ്രൈസ് എന്ത് ഇതിൻ്റെ പ്രൈസ് എന്ത് വേണ്ട, 210 രൂപയാണ് ഗൈസ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. 210 രൂപ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 210 രൂപയാണ്. നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗേൾസിനൊക്കെ ഇത് വേണമെന്ന് ഉണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ട് ഈ അരങ്ങേരത്തിന് ഒരുങ്ങുന്ന പിള്ളേർക്ക് ഇങ്ങനെ അവർ ഫൗണ്ടേഷൻ പോലെ എന്തോ ഒരു സാധനം ഇട്ടിട്ട് അവരിങ്ങനെ കാറ്റുള്ളൂ, ഇങ്ങനെ ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കാറ്റുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ എനിക്കിങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പരമായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും അങ്ങനെ ഉള്ള ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി നല്ല ഇഷ്ടമാണ്, ബിക്കോസ് എൻ്റെ അരങ്ങിട്ടാവാറായി. അരങ്ങിട്ടാവാറായെന്ന് പറയുമ്പോൾ ഒരു ഏപ്രിലൊക്കെ കാണും എൻ്റെ അരങ്ങേറ്റം. പിന്നെ വെക്കേഷൻ ടൈം ആണല്ലോ, അപ്പം മെയ്യിലോ ഏപ്രിലോ എല്ലാം കാണും ടീച്ചർ പറഞ്ഞു. ഞാൻ പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ യൂസൊക്കെ പിന്നെ പറയാം ഗൈസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയത്തില്ലല്ലോ, നമുക്കിപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ് എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ. സോ ഞാൻ ഇത് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഗോൾഡൻ ഹൈപ്പർ മാർക്കറ്റ്, അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു വലിയ കടയാണ് നമ്മുടെ ഗോൾഡൻ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ട്. സോ അവിടെ നിന്ന് മേടിച്ചു നമുക്കത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം ഈ 2 പ്രൊഡക്റ്റ്, പിന്നെ ഒരു പെന്നും, പിന്നെ ഈ ഒരു കളർ നെയിൽ പോളിഷും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കളർ നെയിൽ പോളിഷും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബേബി പിങ്ക് ലൈക്ക് ആ ഒരു കളർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.